ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട ഉടച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ട നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള മോൾഡ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാതെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ളതായാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ മിക്സ്ചർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവിയിൽ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു റിങ്ങും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ ഒരു 1/3 പോർഷനിൽ വെള്ളം ഉണ്ടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചർ ഇറക്കി വെച്ച് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് കുത്തി നോക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ സ്ക്യൂർ കൊണ്ടോ അങ്ങനെ കുത്തി നോക്കിയാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള ചെറിയ ചെറിയ ഫിംഗേഴ്സ് പോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തതിന് മുന്നേ ആയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ലൂസായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതി. പിന്നെ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും മുളക് പൊടിയുടെയും ചെറിയൊരു മിക്സ്ചർ റെഡിയാക്കിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. ആദ്യം ഒരു എഗ്ഗിൻ്റെ പീസ് എടുത്തിട്ട് നന്നായിട്ട് മൈദ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അത് കോൺഫ്ലവർ മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെ കോട്ട് ചെയ്യണം. നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി മൈദ മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഫിംഗേഴ്സും ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രീസറിലൊന്ന് കീപ്പ് ചെയ്യാം.
ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എഗ് ഫിംഗേഴ്സ് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. സോസിനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ എഗ് ഫിംഗേഴ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോസിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇഫ്താർ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.